2024 സെപ്റ്റംബർ 17 ലെബനോനിലെയും സിറിയയിലെയും ഒരു സാധാരണമായ ദിവസം. ആളുകൾ തങ്ങളുടെ അനുദിന ജീവിത വ്യാപാരവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എന്തോ അവിചാരിതമായി അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ലെബനോനിലെയും സിറിയയിലെയും ചിലരുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ ഓരോന്നോരോന്നായി പൊട്ടിത്തെറിച്ചു തുടങ്ങി. ലെബനോനും സിറിയയും നടുങ്ങി. ദേഹമാസകലം മുറിവേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു. 2750 പേർക്കാണ് അന്ന് മുറിവേറ്റത്. 12 പേർ കൊല്ലപ്പെട്ടു. അതിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഊഹാഭോഗങ്ങളും ആശങ്കകളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. ആർക്കും കൃത്യമായ ഒരു നിഗമനത്തിൽ എത്താൻ സാധിച്ചില്ല. പേജറുകൾ പൊട്ടിത്തെറിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അത് എങ്ങനെ സംഭവിച്ചു? ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ദിവസം പുലർന്നു. സംശയങ്ങളുടെ നിഴലിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് സംഭവിച്ചു. സെപ്റ്റംബർ 17 ആവർത്തനം പോലെ 18-ാം തീയതിയും പേജറുകൾ പൊട്ടിത്തെറിച്ചു. അതോടെ ലെബനോന്റെയും സിറിയയുടെയും ആകാശങ്ങളിൽ അസ്വസ്ഥതയുടെ മേഘങ്ങൾ വീണ്ടും ഉരുണ്ടുകൂടി. 2-ാം ദിവസം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30-ഉം ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം 70-ഉം ആയിരുന്നു. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുകയെന്ന് ആശങ്കകളോടെ മുന്നോട്ട് പോകുന്ന മണിക്കൂറുകളിൽ അസാധാരണമായ വിധത്തിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചതിന്റെ പിന്നിലെ രഹസ്യം അനാവരണം ചെയ്യപ്പെട്ടു. ഹിസ്ബുള്ളക്കെതിരെയുള്ള മൊസാദിന്റെ ആക്രമണമായിരുന്നു അന്ന് സംഭവിച്ച പേജർ സ്ഫോടനങ്ങൾ. ആരാണ് ഹിസ്ബുള്ള? എന്താണ് മൊസാദ്? എങ്ങനെയാണ് പേജർ ആക്രമണം സംഭവിച്ചത്? 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെയും മിഡിൽ ഈസ്റ്റിലെ സംഘർഷ ചരിത്രം മനസ്സിലാക്കുന്നതിൽ നിർണായകമായി മാറിയിരിക്കുന്ന ഒന്നായ പേജർ ആക്രമണത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആഗോള രാഷ്ട്രീയത്തിന്റെയും മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളുടെയും ചരിത്രത്തിലെ നിർണായകവും അതിപ്രധാനവുമായ 2 ശക്തികളാണ് മൊസാദും ഹിസ്ബുള്ളയും. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വകുപ്പാണ് മൊസാദ്. ലോകം എമ്പാടുമുള്ള ചാരപ്രവർത്തനങ്ങൾക്കും വധശിക്ഷകൾക്കും പേരുകേട്ട സംഘടന. രാജ്യ സുരക്ഷ മാത്രം ഏകലക്ഷ്യമായി പ്രവർത്തിക്കുന്നവർ. ഹമോസാദ്, ലെമോഡിയൻ, ഉലൈത്താഫ്തിയും മെയൂഹദീം എന്നാണ് ഇതിന്റെ പൂർണ്ണമായ രൂപം. റിസർച്ചും പ്രത്യേക ദൗത്യങ്ങളും നടത്താനുള്ള സ്ഥാപനം എന്നാണ് ഇതിനെക്കുറിച്ചുള്ള നിർവചനം. ആയിരത്തി 1948 ഇസ്രായേൽ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ അയൽ രാജ്യങ്ങളെ ശത്രുതയും സുരക്ഷാ ഭീഷണികളും ശക്തമായ സാഹചര്യത്തിൽ അവയെ നേരിടാനും ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനുമായി 1949 പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയനാണ് മൊസാദ് സ്ഥാപിക്കാൻ ഉത്തരവിട്ടത്. മൊസാദ് കൂടാതെ ഇസ്രായേലിൽ മറ്റ് 2 രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൂടിയുണ്ട്. സൈനിക രഹസ്യാന്വേഷണ വിഭാഗമായ അമാനും ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബറ്റും. പക്ഷേ വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ളത്. മൊസാദിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 2-ാം ലോക മഹായുദ്ധത്തിൽ യഹൂദരെ കൂട്ടക്കൊല ചെയ്ത അഡോൾഫ് എയ്ക്മാനെ അർജന്റീനയിൽ നിന്ന് രഹസ്യമായി പിടികൂടി ഇസ്രായേലിലേക്ക് കൊണ്ടുപോയതാണ്. 1976 നടന്ന ഓപ്പറേഷൻ എൻഡബയും 1972 ഓപ്പറേഷൻ റത്ത് ഓഫ് ഗോഡും മൊസാദിന്റെ കിരീടത്തിലെ പൊൻതൂവലുകൾ ആയിരുന്നു. സിറിയ, ഈജിപ്ത്, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മൊസാദിന്റെ ചാരന്മാർ വൻ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ ഏറ്റവും രഹസ്യമായി പ്രവർത്തിക്കുന്ന ഏജൻസിയും ലോകത്തിലെ തന്നെ മോസ്റ്റ് ഫിയേർഡ് ഇന്റലിജൻസ് ഏജൻസിയുമാണ് മൊസാദ് എന്ന് പറയുന്നത്. ലെബനനിൽ പ്രവർത്തിക്കുന്ന ഒരു ഷിയ മുസ്ലിം സായുധ സംഘടനയും രാഷ്ട്രീയ പാർട്ടിയുമാണ് ഹിസ്ബുള്ള. ഈ അറബി വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പാർട്ടി എന്നാണ്. 1982 ലെബനനിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിനെതിരെ ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ള രൂപം കൊണ്ടത്. ഇറാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ സാമ്പത്തികവും സായുധപരവുമായ പിന്തുണ ഹിസ്ബുള്ളയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്.
അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. 1983 നടന്ന ബെയ്റൂട്ട് ആക്രമണമാണ് ഹിസ്ബുള്ളയെ ഒരു ഭീകര സംഘടനയായി അന്താരാഷ്ട്ര തലത്തിൽ പ്രഖ്യാപിക്കാൻ കാരണമായത്. അമേരിക്കൻ ഫ്രഞ്ച് സൈനിക കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള നടത്തിയ കാർ ബോംബ് ആക്രമണത്തിൽ 100 കണക്കിന് ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. ലോകത്തിനു മുഴുവൻ ഭീഷണിയായി മാറിയിരിക്കുന്ന ഹിസ്ബുള്ളയെ നിർമ്മാർജ്ജനം ചെയ്യാനും നേതാക്കളെ വകവരുത്താനും മൊസാദ് ഇതിനകം പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. 1992 ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി അബ്ബാസ് അൽ മുസാവിയെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ കൊന്നത് ഇതിലൊന്നായിരുന്നു. ഇതിന് ഹിസ്ബുള്ള തിരിച്ചടി നൽകിയതാകട്ടെ അർജന്റീനയിലെ ജൂത കേന്ദ്രത്തിൽ ബോംബ് സ്ഫോടനം നടത്തി 85 പേരെ കൊന്നുകൊണ്ട് ആയിരുന്നു. 2006 ഹിസ്ബുള്ള ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയും ഇസ്രായേൽ ലെബനനിൽ 34 ദിവസത്തെ യുദ്ധം നടത്തുകയും ചെയ്തിരുന്നു. 2020 ഹിസ്ബുള്ളയുടെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് ഇസ്രായേൽ ആണെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായി മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതയ്ക്കും ഭീതിക്കും കാരണമായി മാറാൻ ഇരുചേരിയിലെ അസ്വസ്ഥതകളും വിദ്വേഷങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സംഘർഷ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതിയത് 2024 നടന്ന പേജർ ആക്രമണം ആയിരുന്നു. ആക്രമണ പ്രത്യാക്രമണങ്ങൾ കൊണ്ട് ഇരുകൂട്ടരും സംഘർഷങ്ങളുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു പേജർ ആക്രമണം ഉണ്ടായത്. എന്താണ് പേജർ? മൊബൈൽ ഫോണുകൾ പ്രചരിക്കുന്നതിന് മുൻപ് അടിയന്തര സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ചെറുപരിധിയിലുള്ള വയർലെസ് സന്ദേശ ഉപകരണമാണ് പേജർ എന്ന് പറയുന്നത്. റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിലൂടെ സംഖ്യകളോ അല്ലെങ്കിൽ അക്ഷരങ്ങളും അക്കങ്ങളും അടങ്ങിയിട്ടുള്ള ആൽഫ ന്യൂമറിക്കോ ആയിട്ടുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ചെറിയൊരു പോർട്ടബിൾ ആശയവിനിമയ ഉപകരണമാണ് പേജർ. മൊബൈൽ ഫോണുകൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ജീവൻ രക്ഷിച്ച ഉപകരണം എന്നായിരുന്നു പേജർ അറിയപ്പെട്ടിരുന്നത്. ലളിതവും വിശ്വസനീയവുമായ കമ്മ്യൂണിക്കേഷൻ മാർഗം എന്ന നിലയിലാണ് പേജറിനെ ലോകം സമീപിച്ചിരുന്നത്. 1950-കളിൽ അമേരിക്കയിൽ രൂപം കൊണ്ട പേജർ എന്ന ആശയം 1980-90 കാലഘട്ടങ്ങളിലായി ലോകമെമ്പാടും വ്യാപിച്ചു. സന്ദേശദാതാവ് പേജർ നമ്പറിലേക്ക് കോൾ ചെയ്യുകയും സന്ദേശം പേജർ നെറ്റ്വർക്കിലൂടെ അയക്കപ്പെടുകയും ചെയ്യും. ബീപ്പ് ശബ്ദത്തോടെ സന്ദേശമോ നമ്പറോ സ്ക്രീനിൽ തെളിഞ്ഞു വരും. സ്വീകർത്താവ് ആ നമ്പർ കണ്ട് തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുകയോ ചെയ്യും. 1990-കളോടെയാണ് പേജറിന്റെ പ്രാധാന്യത്തിന് മങ്ങലേറ്റത്. എങ്കിലും ഇന്നും വിശേഷ അവസരങ്ങളിൽ, ഉദാഹരണത്തിന് ഹോസ്പിറ്റൽ സുരക്ഷാ വിഭാഗങ്ങളുമായുള്ള ബന്ധപ്പെട്ട കേസുകളിൽ പേജർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾ 1980-കളിൽ ആരംഭിച്ചുവെന്ന് പറഞ്ഞുവല്ലോ. എങ്കിലും 2006 യുദ്ധമാണ് ഇരു രാജ്യങ്ങളെയും ബദ്ധവൈരികളാക്കി മാറ്റിയത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം വടക്കൻ ഇസ്രായേലിന് നേരെ തിരിയുകയും തിരിച്ചടിയായി ഇസ്രായേൽ ലെബനോനെ ആക്രമിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിനുശേഷമായിരുന്നു പേജർ ആക്രമണം ഉണ്ടായത്. തെക്കൻ ലെബനനിലെ ചെറിയ ഒരു ഗ്രാമത്തിൽ അന്ന് ഹിസ്ബുള്ള പ്രാദേശിക കമാൻഡർ യോഗം ചേരുകയായിരുന്നു. അതിനിടയിലാണ് ആ അത്യാഹിതം സംഭവിച്ചത്. ബെൽറ്റിൽ കെട്ടിയിരുന്ന പേജർ പൊട്ടിത്തെറിച്ചു. അയാൾ അവിടെ തന്നെ മരിച്ചു വീണു. സമീപത്തുണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതൊരു ഒറ്റപ്പെട്ട സംഭവം ആയിരുന്നില്ല. ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ നടന്ന പേജർ ആക്രമണങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു അത്. കടകളിലും വീടുകളിലും കാറുകളിലും തെരുവുകളിലും ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ അന്നേ ദിവസം പൊട്ടിച്ചിതറുകയുണ്ടായി. അംഗങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആദ്യം പുക ഉയരുകയും അടുത്ത നിമിഷം സ്ഫോടനം സംഭവിക്കുകയുമാണ് ചെയ്തത്. പേജറുകളാണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും അവർ സമയമെടുത്തു. ഒരേ സമയം ഒരേ ദിവസം പല ഭാഗങ്ങളിലായി നടന്ന ഈ ആക്രമണം ജനങ്ങളെ കുറച്ചൊന്നുമല്ല ഭയവിഹുലർ ആക്കി തീർത്തത്. 3600ഓളം പേർക്ക് മുറിവേറ്റുവെന്നും 200 പേരുടെ മുറിവ് ഗുരുതരമായിരുന്നുവെന്നുമാണ് ആദ്യ റിപ്പോർട്ടുകൾ. പലരും തൽക്ഷണം കൊല്ലപ്പെടുകയായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പരിക്കേറ്റവർക്ക് ആശുപത്രികളിൽ മതിയായ ചികിത്സ പോലും ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അപകടത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞിരുന്നു. ഈ നിമിഷങ്ങളെ കുറിച്ച് ലെബനൻ എഴുത്തുകാരിയും ജോർദാനിലെ മുൻ അംബാസിഡറുമായ ട്രേസി ചാമോൺ BBC-യോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഫ്ലൈ ഓവറിലൂടെ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ. അവിടെ കണ്ട കാഴ്ച അത്യന്തം ഭീതിപ്പെടുത്തുന്നതായിരുന്നു.
ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ പെടാപ്പാട് പെടുന്നുണ്ടായിരുന്നു. അവിടെ പരിക്കേറ്റവരിൽ ഒരാളുടെ കണ്ണ് തകർന്നിരുന്നു, മറ്റൊരാളുടെ മുഖത്തിന്റെ പാതിയും തകർന്നിരുന്നു. ഹിസ്ബുള്ള അംഗങ്ങളായിരുന്നു മൊസാദിന്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യ സാധ്യത്തിനിടയിൽ അവർക്കൊപ്പം നിരപരാധികളും മരിച്ചു വീണു. 8 വയസ്സുള്ള പെൺകുട്ടിയും 11 വയസ്സുള്ള ആൺകുട്ടിയും ഉൾപ്പെടെയുള്ളവർ അവിടെ മരിച്ചു വീഴുകയുണ്ടായി. ഓരോ പ്രദേശത്തെയും കണക്കുകൾ ഇപ്രകാരമാണ്. തെക്കൻ ലെബനനിൽ 750 പേർ, ബെക്ക താഴ്വരയിൽ 150 പേർ, ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലുമായി 1850 പേർ. ആക്രമണത്തിൽ പരിക്കേറ്റ ഭൂരിഭാഗവും തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിക്കപ്പെട്ടത്. ചിലർക്ക് ശ്വസിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു, മറ്റു ചിലർക്ക് തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി. 60 മുതൽ 70% വരെ പേരുടെ കണ്ണുകളിൽ ഒന്നെങ്കിലും നീക്കം ചെയ്യേണ്ടതായി വന്നു. ചിലരുടെ 2 കണ്ണുകളും. 25 വർഷമായി മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഏലിയാസ് വാറക് പറഞ്ഞത്, ഇത്രയും കാലത്തെ പ്രാക്ടീസിനിടയിൽ ഞാൻ ഒരു ദിവസം തന്നെ ഇത്രയധികം കണ്ണുകൾ നീക്കം ചെയ്തിട്ടില്ല എന്നാണ്. ഈ വാക്കുകൾ തന്നെ കണ്ണ് നീക്കം ചെയ്തവരുടെ എണ്ണം എത്രയോ കൂടുതലായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണല്ലോ. ഒരേ സമയം എങ്ങനെ പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്നൊരു സംശയം സ്വാഭാവികമായും ഉയരുന്നില്ലേ? അതിനും ഉത്തരമുണ്ട്. ഹിസ്ബുള്ള സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും ഇറാനിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതോടെ മൊസാദിന്റെ കാകദൃഷ്ടി ഹിസ്ബുള്ളയുടെ നേരെ പൂർവാധികം ശക്തമായി. ഹിസ്ബുള്ളയുടെ ആയുധ വിതരണ ശൃംഖലയെ നിരീക്ഷിച്ച് അവയുടെ പ്രവർത്തനങ്ങൾ തടയാനായി മൊസാദ് രഹസ്യ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും അതിന്റെ ഫലമായി 2024 ഹിസ്ബുള്ള അംഗങ്ങൾക്കായി ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന പ്രത്യേക പേജറുകളിൽ മൊസാദ് സ്ഫോടക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുകയും ആയിരുന്നു. പക്ഷേ ഇക്കാര്യം ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സാധാരണ ആശയവിനിമയ ഉപകരണങ്ങളാണ് എന്ന് കരുതി ഹിസ്ബുള്ള അംഗങ്ങൾ പേജറുകൾ വ്യാപകമായി ഉപയോഗിക്കുകയായിരുന്നു. പേജറുകൾ മൊസാദിന്റെ റിമോട്ട് നിയന്ത്രണത്തിലൂടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പേജർ ബാറ്ററികളെ അമിതമായി ചൂടാക്കി പൊട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത് എന്ന നിഗമനമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പുറത്തു വന്നതോടെ ഈ ധാരണ തിരുത്തി എഴുതേണ്ടതായി വന്നു. തായ്പേയ് ആസ്ഥാനമായുള്ള ഒരു കമ്പനി യൂറോപ്പിൽ നിർമ്മിച്ചതായിരുന്നു ഈ പേജറുകൾ. 5000-ഓളം പേജറുകളാണ് കമ്പനിയിൽ നിന്ന് പുറത്തു വന്നത്. ഇപ്രകാരം പുറത്തു വന്ന പേജറുകളിൽ 3 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ. ഇതിലെ രഹസ്യ കോഡ് ട്രാൻസ്മിഷനിൽ ആക്റ്റീവ് ആയപ്പോഴാണ് സ്ഫോടനം നടന്നത് എന്നും വിശദീകരണം ഉണ്ടായി. മൊബൈലുകൾ വ്യാപകമായി കഴിഞ്ഞിരുന്ന ഇക്കാലത്ത് ഹിസ്ബുള്ളകൾ പേജറുകൾ എന്തിന് ഉപയോഗിച്ചു? അതിനുള്ള മറുപടി ഇങ്ങനെയാണ്. ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ഹിസ്ബുള്ള അംഗങ്ങൾക്ക് നിരോധനമുണ്ടായിരുന്നു. 1996 ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായ യഹ്യ അയ്യാഷിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് മൊബൈൽ ഫോൺ വഴിയായിരുന്നു. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് യഹ്യ അയ്യാഷ് കൊല്ലപ്പെട്ടതോടെ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇസ്രായേലി രഹസ്യ പോലീസ് സേന ഫോണുകളിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അധികാരികൾ ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇത്തരമൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു പകരം പേജർ അവർ ഉപയോഗിച്ചത്. അതും സമീപകാലത്താണ് പുതിയ സെറ്റ് പേജറുകൾ അവർക്ക് വിതരണം ചെയ്തത്. ആശയ കൈമാറ്റത്തിന് പേജർ ഉപയോഗിക്കേണ്ടി വന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നു. മാത്രവുമല്ല, പേജറിന് ഏറെ ഗുണങ്ങളുമുണ്ട്. മൊബൈൽ ഫോൺ സിഗ്നൽ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ പോലും പേജർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ ലഭ്യമാകും. വിശാലമായ കവറേജ് ആണ് അതിനുള്ളത്. മൊബൈൽ ഫോണുമായി തട്ടിച്ചു നോക്കുമ്പോൾ ട്രേസ് ചെയ്യാൻ അത്ര എളുപ്പവുമല്ല. ഒരു തവണ ചാർജ് ചെയ്താൽ ദിവസങ്ങളോളം പേജർ ഉപയോഗിക്കാൻ എളുപ്പവും ദീർഘമായ ബാറ്ററി ലൈഫും പേജറുകൾക്കുണ്ട്. ഈ രഹസ്യങ്ങളെല്ലാം ഹിസ്ബുള്ളകൾ പോലെ മൊസാദും മനസ്സിലാക്കിയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് പേജർ വെച്ചുകൊണ്ട് തന്നെ ഹിസ്ബുള്ളക്കിട്ട് മൊസാദ് തിരിച്ചടി നൽകിയത്. നീണ്ട കാലത്തെ രഹസ്യാന്വേഷണത്തിന് ശേഷമാണ് മൊസാദ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ ഇതിന് വേണ്ടി വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് നിഗമനം. പേജറുകൾ ഹിസ്ബുള്ളയിലെ അംഗങ്ങളുടെ കൈകളിൽ എത്തുന്നതിന് മുൻപ് അതിൽ സ്ഫോടക വസ്തു നിറയ്ക്കണമെങ്കിൽ അത് നിർവഹിക്കാൻ തക്ക ബന്ധങ്ങൾ മൊസാദ് സ്ഥാപിച്ചിരിക്കണമല്ലോ. അതുപോലെ പേജറിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ തങ്ങൾ ലക്ഷ്യം വെക്കുന്ന ആളുകളുടെ കയ്യിൽ തന്നെ ഇത് എത്തിച്ചേർന്നിരിക്കണം എന്ന കാര്യത്തിലും അവർ നിഷ്കർഷത പുലർത്തിയിരുന്നു. 6 മാസത്തിന് ശേഷം സ്ഫോടനം നടത്തത്തക്ക വിധത്തിലാണ്
പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത് എന്നും അനുമാനിക്കണം. കാരണം പുതിയ പേജറുകൾ 6 മാസം മുൻപാണ് വാങ്ങിയത് എന്നാണ് ഹിസ്ബുള്ള അംഗം വെളിപ്പെടുത്തിയത്. 6 മാസം വരെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിച്ചിരുന്ന പേജർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരുമിച്ച് പൊട്ടിത്തെറിക്കണമെങ്കിൽ ആ സമയം പോലും നേരത്തെ നിശ്ചയിച്ചത് ആയിരുന്നിരിക്കണമല്ലോ. തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേരാണ് പൊട്ടിത്തെറിച്ച പേജറുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. എന്നാൽ കമ്പനി അക്കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത്. കാരണം 2 വർഷത്തിനിടെ ഗോൾഡ് അപ്പോളോ 2,60,000 പേജറുകൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവയിലൊന്നും പൊട്ടിത്തെറിച്ചിട്ടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഗോൾഡ് അപ്പോളോയുടെ പേജറുകൾ മറ്റാരെങ്കിലും വാങ്ങി മോഡിഫൈ ചെയ്തതാവാം എന്ന രീതിയിലുള്ള സംശയങ്ങളും ഉയർന്നിരുന്നു. പേജർ ആക്രമണത്തിൽ അക്കാലത്ത് ഒരു മലയാളിക്കുള്ള ബന്ധവും വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നോർവീജിയൻ പൗരത്വമുള്ള വയനാട് സ്വദേശി റിൻസൺ ജോസിന്റെ പേരാണ് പരാമർശിക്കപ്പെട്ടിരുന്നത്. റിൻസൺ സ്ഥാപിച്ച നോർട്ട ഗ്ലോബൽ വഴിയാണ് പേജറുകൾ കൈമാറിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. എന്നാൽ സ്ഫോടനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒന്നും റിൻസനുമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ ആയില്ല. കയ്യിൽ ഏറ്റാവുന്ന ആശയവിനിമയ ഉപകരണമെന്ന നിലയിൽ ഒരിക്കലും യുദ്ധ ആയുധമായി കരുതാത്ത പേജർ ഉപകരണങ്ങൾ ആയുധമാക്കി എടുത്തത് മൊസാദിന്റെ വിസ്മയിപ്പിക്കുന്ന ബുദ്ധി സാമർത്ഥ്യത്തിന്റെയും രഹസ്യ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടായിരുന്നു. മൊസാദ് ഇത്തരത്തിൽ സാധാരണ ഉപകരണങ്ങളെ ആയുധമാക്കിയത് ആദ്യത്തെ സംഭവമായിരുന്നില്ല. മൊബൈൽ ഫോണുകൾ, കാർ ബോംബുകൾ, വിഷം ചേർത്ത കത്തുകൾ വരെ അവർ ശത്രു നിഗ്രഹത്തിനായി മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പേജറുകൾ പോലൊരു പഴയ ഉപകരണം ആയുധമാക്കിയത് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. പേജർ ആക്രമണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ലെബനോനിലെ അന്തരീക്ഷം അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിരുന്നു. ലെബനോനിൽ ഈ ആക്രമണത്തിന് പിന്നാലെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ജനങ്ങൾ മൊസാദിന്റെ കുതന്ത്രത്തെ അപലപിച്ചു. ഒരേ സമയം മൊസാദിന്റെ കഴിവുകളോടുള്ള ഭീതിയും അത്ഭുതവും വർദ്ധിച്ചു. എന്താണ് സുരക്ഷിതമായത്, എവിടെയാണ് സുരക്ഷിതത്വം എന്ന ചോദ്യം ഉയർന്നു. കയ്യിലെ ചെറിയ ഉപകരണം പോലും ആക്രമണകാരിയാകാമെന്ന തിരിച്ചറിവ് മനുഷ്യരെ സംശയാകുലരാക്കി. പഴയ സാങ്കേതിക ഉപകരണങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നമ്മുടെ മനോവീര്യം തകർക്കില്ലെന്നും ഇത് പ്രതികാരത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് എന്നുമായിരുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ പ്രതികരണം. ഹിസ്ബുള്ള അംഗങ്ങൾക്കിടയിൽ പേജർ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ലോകത്തിന്റെ സംശയം ഇസ്രായേലിന് നേരെയാണ് നീണ്ടത്. അത് ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൊട്ടു പിന്നാലെ രംഗത്ത് വരികയും ചെയ്തു. ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഉടനീളം പേജർ സ്ഫോടന പരമ്പര നടത്താൻ താൻ അനുമതി കൊടുത്തിരുന്നു എന്നായിരുന്നു നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ. ഇതോട് ചേർത്ത് വേണം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയെ കാണേണ്ടതും. 2024 സെപ്റ്റംബർ 15 നടന്ന സുരക്ഷാ യോഗത്തിൽ നെതന്യാഹു ഒരു ഉറപ്പ് നൽകിയിരുന്നു. ലെബനീസ് അതിർത്തിയിലെ പട്ടണങ്ങളിൽ നിന്ന് പലായനം ചെയ്തിട്ടുള്ള ഇസ്രായേലികൾക്ക് തിരിച്ചു പോകാൻ സമയമെടുത്തുവെന്നും അതിനുവേണ്ടി താൻ എന്തും ചെയ്യുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അതിനു തൊട്ടു പിന്നാലെയായിരുന്നു പേജർ ആക്രമണം. പേജർ സ്ഫോടനത്തിന്റെ ഭീതി തെല്ലും ശമിക്കുന്നതിന് മുൻപ് തന്നെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതും മരണനിരക്ക് വർദ്ധിപ്പിക്കുകയും ഭീതി കൂട്ടുകയും ചെയ്തുവെന്നതും അനുബന്ധമാണ്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മഹത്തായ വിജയം എന്നാണ് ഇസ്രായേലിൽ മൊസാദിന്റെ ഈ ആക്രമണം വിശേഷിപ്പിക്കപ്പെട്ടത് എങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ പലരും ഇത്തരം രഹസ്യ ആക്രമണങ്ങൾ നിരപരാധികളുടെ ജീവന് ഭീഷണിയാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. UN സെക്രട്ടറി ജനറൽ സംഭവത്തെ വലിയ സുരക്ഷാ ഭീഷണി എന്ന് വിശേഷിപ്പിച്ചു. യൂറോപ്യൻ യൂണിയനും ചില അറബ് രാജ്യങ്ങളും ഇത്തരം രഹസ്യ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനവികത നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് സ്വയം രക്ഷ നേടാൻ അവകാശമുണ്ടെന്ന വാദമുയർത്തി പേജർ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. മൊസാദ് ഹിസ്ബുള്ള സംഘർഷത്തിൽ നടന്ന പേജർ ആക്രമണം സാങ്കേതിക വിദ്യയും രഹസ്യാന്വേഷണവും എങ്ങനെ ഭീകരമായ തോതിൽ സന്ധി ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന കാര്യം ലോകത്തിനു മുന്നിൽ തെളിയിച്ച ഒരു സംഭവമായി അവശേഷിക്കുകയാണ്. ചെറിയൊരു ആശയവിനിമയ ഉപകരണം പോലും ആയുധമാക്കുന്ന ലോകത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. സാധാരണ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണം ആയുധമാക്കി മാറ്റിയ സംഭവം സുരക്ഷാ പഠനത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ആശയവിനിമയ സംവിധാനത്തിൽ ഉണ്ടായ ആകസ്മികത ഹിസ്ബുള്ളകളുടെ സൈനിക സംഘടനാപരമായ പ്രവർത്തനങ്ങളെ താൽക്കാലികമായി തകർക്കുകയും ചെയ്തു. ആക്രമണം സുരക്ഷാ പഠനങ്ങളിൽ അസിമെട്രിക് വാർഫെയർ എന്ന ആശയത്തിന്റെ ഉദാഹരണമായിട്ടാണ് ഈ ആക്രമണം പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത്. ചെറിയൊരു ഉപകരണം പോലും ഡ്യുവൽ യൂസ് ടെക്നോളജി ആയി മാറാൻ കഴിയുമെന്നും ഇതോടെ തെളിയിക്കപ്പെടുകയായിരുന്നു.
ഈ ആക്രമണത്തോടെ നേരിടേണ്ടി വന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് തന്റെ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി മാറ്റേണ്ടി വന്നു. ഇറാനുമായി സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യതയായി മാറി. ലെബനോനിലെ പൊതുസമൂഹത്തിൽ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു. ഇസ്രായേൽ ലെബനോൻ ബന്ധം വീണ്ടും യുദ്ധഭീഷണിയിലേക്ക് നീങ്ങി. ഇസ്രായേലിനും ലെബനോനിനും ഇടയിൽ വീണ്ടും 2006 മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന ഭയം അന്താരാഷ്ട്ര സമൂഹത്തെ പിടിച്ച് ഉലച്ചു. ടെക്നോളജിയിലൂടെ രാഷ്ട്രീയവൽക്കരണവും സാധാരണ ഉപകരണങ്ങൾ പോലും രാഷ്ട്രീയ സൈനിക സംഘർഷത്തിൽ ആയുധമാക്കുന്നുവെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നുവെന്നും നിരീക്ഷണം ഉണ്ടായി. രഹസ്യ ആക്രമണങ്ങളിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നിയമാനുസൃത സ്വയം രക്ഷ എന്ന വാദം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. മൊസാദ് നടത്തിയത് മനഃശാസ്ത്രപരമായ യുദ്ധമാണ് എന്നും നിരീക്ഷണമുണ്ട്. ഏത് സമയത്തും ഏത് വിധേനയും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭീതി ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചു. ഭാവി യുദ്ധങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ സൃഷ്ടിപരവും ഭീകരവുമായ ഉപയോഗം വർദ്ധിക്കുമെന്നും സാധാരണ ഉപകരണങ്ങളുടെ ആയുധവൽക്കരണം എത്രമാത്രം ഭീഷണിയാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്ന ഒരു പാഠമായി പേജർ ആക്രമണം നമുക്ക് മുന്നിൽ അവശേഷിക്കുകയാണ്.